You are good when there's nothing good in me. You are love on display for all to see. You are light when the darkness closes in. You are hope, you have covered all my sin. You are peace when my fear is crippling. You are true, even in my wandering. You are joy, you're the reason that I sing. You are life, in you death has lost its sting. Amen. രക്ഷയുടെ കൂദാശയായ മാമോദിസ സ്ഥാപിച്ചുകൊണ്ട് പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കുകയും പ്രസാദവരം കൊണ്ട് നിറയ്ക്കുകയും ചെയ്യുന്ന രക്ഷകനായ മിശിഹായെ അവർണ്ണനീയമായ അങ്ങേ ദാനത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയുടെ മൗലിക ശരീരത്തിൽ അംഗങ്ങളായി പോകുന്ന ഈ ശിശുവിനെ കരുണാപൂർവ്വം കടാക്ഷിക്കണമേ. വിശ്വാസം, ശരണം, സ്നേഹം എന്നീ ദൈവിക പുണ്യങ്ങളിൽ ഈ ശിശുവിനെ വളർത്തി തരണമേ. പ്രായത്തോടൊപ്പം വിജ്ഞാനത്തിലും വിശുദ്ധിയിലും അഭിവൃദ്ധിയിൽപ്പെടുവാൻ ഈ കുഞ്ഞിനെ അനുഗ്രഹിക്കണമേ. ആത്മീയവും ശാരീരികവുമായ എല്ലാ അപകടങ്ങളിൽ നിന്നും ഈ ശിശുവിനെ സംരക്ഷിക്കുകയും ചെയ്യണമേ. സകലത്തിന്റെ നാഥ എന്നേക്കും. വിശേഷവായന. നിങ്ങൾക്ക് സമാധാനം, അങ്ങേക്കും സമാധാനം. വിശുദ്ധ ലൂക്ക എഴുതി നമ്മുടെ കർത്താവ് മിശിഹായുടെ സുവിശേഷം. ഉണ്ണീശോയുടെ പരിച്ഛേദനത്തിന് 8 ദിവസം തികഞ്ഞപ്പോൾ അവിടുത്തെ ഗർഭം ധരിക്കുന്നതിന് മുൻപ് ദൈവദൂതൻ നിർദ്ദേശിച്ചിരുന്ന ഈശോ എന്ന പേര് അവിടത്തേക്ക് നൽകപ്പെട്ടു. മോശയുടെ നിയമം അനുസരിച്ച് മറിയത്തിന്റെ ശുദ്ധീകരണത്തിനുള്ള ദിവസങ്ങൾ തികഞ്ഞപ്പോൾ കർത്താവിന് സമർപ്പിക്കാനായി കുഞ്ഞിനെ അവർ ജെറുസലേമിലേക്ക് കൊണ്ടുപോയി. കടിഞ്ഞൂലായ ഓരോ ആൺകുട്ടിയും കർത്താവിന് വിശുദ്ധൻ എന്ന് വിളിക്കപ്പെടണം എന്ന് നിയമത്തിൽ എഴുതിപ്പെട്ടിരിക്കുന്നു. കർത്താവിന്റെ നിയമത്തിൽ പറഞ്ഞിട്ടുള്ളതുപോലെ 2 ചെങ്ങാലികളെയോ 2 പ്രാവിൻ കുഞ്ഞുങ്ങളെയോ ബലിയർപ്പിക്കേണ്ടിയിരിക്കുന്നു. ദാനം ചെയ്യുന്ന വരന്റെ സഭത്തിൽ ഈ ശിശുവിനെ എന്തും സംരക്ഷിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ശിശുവിനെ ദൈവത്തിന്റെ മനുഷ്യരുടെയും മുൻപാകെ സമൃദ്ധിയും വളർന്നു വരുവാൻ ഇടയാകുമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Of your love will always be enough. Nothing compares to your embrace. Light of the world forever. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും നയിക്കും. സ്വർഗ്ഗസ്ഥന ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം നൽകണമേ. ഞങ്ങളുടെ കാരോട് പോലെ ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ ലോകത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപയിൽ രക്ഷിക്കണമേ. ജലത്താലും പരിശുദ്ധാത്മാവിനാലും വീണ്ടും ജനിച്ച് പിതാവേ എന്ന് അങ്ങേ വിളിക്കുവാൻ ഈ ശിശുവിനെ അർഹയാക്കണമേ. ഈ കൂദാശയോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കാട്ടരുവി തേടി നടക്കുന്ന മാൻപേടയെ പോലെ ദൈവമേ എൻ്റെ ഹൃദയം അങ്ങയെ തേടുന്നു. ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. ജീവന്റെ ദൈവത്തെ കാണുവാൻ എൻ്റെ ആത്മാവ് ദാഹിക്കുന്നു. എൻ്റെ ആത്മാവെ നീ എന്തിന് ആകുലപ്പെടുന്നു? നീ എന്തിന് വിഷാദിച്ചുഴലുന്നു? നീ ദൈവത്തെ ആശ്രയിക്കുക. പകലൻ
ദൈവം തന്റെ അനുഗ്രഹം വർഷിക്കും. രാത്രിയിൽ ഞാൻ അവിടുത്തെ സ്തുതിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരു ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും എന്നരുളി ചെയ്ത കർത്താവേ, എന്റെ കരുണയേറിയ വാഗ്ദാനം ഈ ദാസിയിൽ പൂർത്തിയാക്കണമേ. നിന്റെ ദാനം വിവേകികൾക്കും ബുദ്ധിമാന്മാർക്കും എന്നതിനേക്കാൾ ശിശുക്കൾക്ക് നൽകിയിരിക്കുന്നുവല്ലോ. നിന്റെ കൃപയാൽ മാമോദീസ ജലത്തിലൂടെ പാപക്കറകൾ കഴുകി ഈ ശിശു പുതുജന്മം പ്രാപിക്കട്ടെ. തന്റെ ഭൗതിക ശരീരത്തിന്റെ അവയവമായി തീരുന്ന ഈ ദാസി ഉദാശകളുടെ സ്വീകരണം വഴി ആത്മീയവും ശാരീരികവുമായി വളരുവാനിടയാക്കണമേ. ഈ ദാനത്തെ പ്രതി ദാസിയോടൊത്ത് ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പിശാചിന്റെ അടിമത്തത്തിൽ നിന്ന് മോചിതയാകാൻ നീ ആഗ്രഹിക്കുന്നുവോ? പാപവും പാപമാർഗങ്ങളിൽ നീ ഉപേക്ഷിക്കുന്നുവോ? യേശു മിശിഹായെ നിന്റെ രക്ഷകനായി സ്വീകരിക്കുന്നുവോ? ഈ അഭിഷേക തൈലത്താൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ മറിയം ജ്ഞാനസ്നാനം സ്വീകരിച്ച നാം എല്ലാവരും അവന്റെ മരണത്തോട് ഐക്യപ്പെടുവാനാണ് ജ്ഞാനസ്നാനം സ്വീകരിച്ചതെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ. അങ്ങനെ അവന്റെ മരണത്തോട് നമ്മെ ഐക്യപ്പെടുത്തിയ ജ്ഞാനസ്നാനത്താൽ നാം അവനോടൊത്ത് സംസ്കരിക്കപ്പെട്ടു. ക്രിസ്തു മരിച്ചതിന് ശേഷം പിതാവിന്റെ മഹത്വത്തിൽ ഉയർത്തെഴുന്നേറ്റതുപോലെ നാമും പുതിയ ജീവൻ നയിക്കുന്നതിനാണ് അവനോടൊത്ത് സംസ്കരിക്കപ്പെട്ടത്. അവന്റെ മരണത്തിന് സദൃശമായ ഒരു മരണത്തിൽ നാം അവനോട് ഐക്യപ്പെട്ടവരായെങ്കിൽ അവന്റെ പുനരുദ്ധാനത്തിലും അവനോട് ഐക്യപ്പെട്ടവരായിരിക്കും. നാം ഇനി പാപത്തിന് അടിമപ്പെടാതിരിക്കാൻ തക്കവിധം പാപപൂർണമായ ശരീരത്തെ നശിപ്പിക്കുവാൻ വേണ്ടി നമ്മിലെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് നമുക്കറിയാമല്ലോ. എന്തെന്നാൽ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചിതനായിരിക്കുന്നു.
നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചുവെങ്കിൽ അവനോടുകൂടെ ജീവിക്കും എന്ന് നാം വിശ്വസിക്കുന്നു. മരിച്ചവരിൽ നിന്ന് ഉദ്ധാനം ചെയ്ത ക്രിസ്തു ഇനിയൊരിക്കലും മരിക്കുകയില്ലെന്ന് നമുക്കറിയാം. അവന്റെ മരണത്തിന് അതിന്റെ മേൽ ഇനി അധികാരമില്ല. അവൻ മരിച്ചു, പാപത്തെ സംബന്ധിച്ചോളം എന്നേക്കുമായി അവൻ മരിച്ചു. അവൻ ജീവിക്കുന്നു, ദൈവത്തിന് വേണ്ടി അവൻ ജീവിക്കുന്നു. അതുപോലെ നിങ്ങളും പാപത്തെ സംബന്ധിച്ചോളം മരിച്ചവരാണെന്നും യേശുക്രിസ്തുവിൽ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവരാണെന്നും അറിഞ്ഞുകൊള്ളുകയും. സമാധാനം നിങ്ങളോട് കൂടെ. പരിശുദ്ധ മത്തായി പരിശുദ്ധ സുവിശേഷം 3-ാം അധ്യായം 13 മുതൽ 15. ഈശോ യോഹന്നാനിൽ നിന്ന് മാമോദീസ സ്വീകരിക്കാൻ ഗലീലയിൽ നിന്ന് ജോർദാനിൽ അവന്റെ അടുത്തേക്ക് വന്നു. ഞാൻ നിന്നിൽ നിന്ന് മാമോദീസ സ്വീകരിക്കേണ്ടിയിരിക്കെ നീ എൻ്റെ അടുത്തേക്ക് വരുന്നുവോ എന്ന് ചോദിച്ചുകൊണ്ട് യോഹന്നാൻ അവനെ തടഞ്ഞു. എന്നാൽ ഈശോ പറഞ്ഞു, ഇപ്പോൾ ഇത് സമ്മതിക്കുക, അങ്ങനെ സർവ്വനീതിയും പൂർത്തിയാക്കുക നമുക്ക് ഉചിതമാണ്. അവൻ സമ്മതിച്ചു. മാമോദീസ കഴിഞ്ഞയുടൻ ഈശോ വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. ദൈവാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ തൻ്റെ മേൽ ഇറങ്ങി വരുന്നത് അവൻ കണ്ടു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് ഒരു സ്വരം സ്വർഗത്തിൽ നിന്ന് കേട്ടു. നമ്മുടെ ഉദാശ പരികർമ്മം ചെയ്യാനായിട്ടാണ് നമ്മളിവിടെ ഒരുമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ദൈവത്തിൽ വിശ്വസിക്കുന്ന, ഈശോയിൽ വിശ്വസിക്കുന്ന എല്ലാവരും കടന്നു പോകേണ്ട ഒരു വിശുദ്ധമായ ഉദാശയാണ് മാമോദീസ. നമ്മളെല്ലാവരും അതിലൂടെ കടന്നു പോയവരുമാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കണ്ടു, ഈശോ മാമോദീസ സ്വീകരിക്കുന്നു. ഈശോ മാമോദീസ സ്വീകരിക്കേണ്ട വല്ല ആവശ്യമുണ്ടായിരുന്നു. ഈശോ ദൈവത്തിൻ്റെ പുത്രനാണ്, ദൈവം തന്നെയാണ്. ആ ദൈവം എന്തിനാണ് ഈ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോയത്? അതിന് ഉത്തരവേ ഉള്ളൂ. നമ്മളെല്ലാവരും, ഈ ഭൂമിയിൽ ജനിക്കുന്ന എല്ലാ മനുഷ്യരും ഈ ഒരു മാമോദീസ എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ കടന്നു പോകുന്നു എന്ന് നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈശോ മാമോദീസ സ്വീകരിച്ചത്. ഈശോ മാമോദീസ സ്വീകരിച്ചപ്പോൾ എന്തൊക്കെയാണ് സംഭവിച്ചത്? സ്വർഗം തുറക്കപ്പെട്ടു. അവിടെ പിതാവും പരിശുദ്ധാത്മാവും സന്നിഹിതനായി. പിന്നെ നമ്മുടെ മറിയം മാമോദീസ സ്വീകരിക്കുമ്പോൾ സ്വർഗം തുറക്കപ്പെടുന്നുണ്ട്, മാലാഖമാര് ഇറങ്ങി വരുന്നുണ്ട്, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും സാന്നിധ്യം ഇവിടെയുണ്ട്. പരിശുദ്ധമായ ഒരു ശുശ്രൂഷയാണ് പങ്കെടുക്കുന്നത്. ഒരു വൈദികനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ അവസരമാണ് മാമോദീസായും വിവാഹവും. സഭയിലെ ഒരു പുതിയ കുഞ്ഞ് ജനിക്കുന്നു, അവളെ സഭയുടെ മകളായി സ്വീകരിക്കുന്നു.
അത് ഇനിഷ്യേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു ശുശ്രൂഷ പരികർമ്മം ചെയ്യുക എല്ലാ വൈദികരെ സംബന്ധിച്ചിടത്തോളം അത് സന്തോഷകരമായ അവസരമാണ്. ഇന്ന് നമ്മളിവിടെ ഈ മറിയത്തിന് മാമോദിസ കൊടുക്കുമ്പോൾ ഈശോ കൊടുത്തൊരു കൽപ്പനയാണ് ഞാൻ നിറവേറ്റുന്നത്. ഈശോ അതായത് സുവിശേഷം 28-18 പറയുന്നുണ്ട്, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ വ്യക്തികളോടും സുവിശേഷം അറിയിക്കുവിൻ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് മാമോദിസ കൊടുക്കുവിൻ. ഈശോ പറഞ്ഞതാണ്. അതുകൊണ്ട് ഈശോ പറഞ്ഞ ഒരു ശുശ്രൂഷയായതുകൊണ്ട് ഇത് നമുക്ക് ഇൻഎവിറ്റബിൾ ആണ്, നമുക്കിത് മാറ്റിവെക്കാൻ പറ്റില്ല. എല്ലാ ക്രിസ്ത്യാനികളും കടന്നു പോകേണ്ട ഒരു ശുശ്രൂഷയാണ്, ഒരു കൂദാശയാണ്. അതുപോലെ തന്നെ ഇന്ന് ഇവിടെ ഈ കുഞ്ഞിന് ജന്മം നൽകിയ മാതാപിതാക്കളുണ്ട്. അവരെക്കാൾ ഉപരിയായിട്ട് ഈ കുഞ്ഞിനെ ഇന്ന് കരങ്ങളിൽ വഹിക്കുന്നത് ജ്ഞാനസ്നാന മാതാപിതാക്കളാണ്. നമ്മുടെ സഭയ്ക്ക് മനോഹരമായൊരു സിസ്റ്റമുണ്ട്. ഒരുപക്ഷെ ഒരു കുഞ്ഞിന് ജന്മം നൽകിയ മാതാപിതാക്കൾക്ക് കൂടുതൽ ജ്ഞാനസ്നാന മാതാപിതാക്കൾക്ക് ഈ ഉത്തരവാദിത്വമുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി ഇവിടെ ഇരിക്കുന്ന നമുക്കൊക്കെ എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജ്ഞാനസ്നാന മാതാപിതാക്കൾ ആരാണെന്ന് പോലും ചിലപ്പോൾ നമ്മൾ അറിയുന്നുകൂടാ എന്ന് തോന്നുന്നു. എനിക്കറിയില്ലായിരുന്നു. എൻ്റെ പട്ടം കിട്ടുന്നതിന് വരെ ഞാൻ അതിനെക്കുറിച്ച് അവയറല്ലായിരുന്നു. പട്ടം കിട്ടുന്ന സമയത്താണ് എൻ്റെ അപ്പൻ എന്നോട് പറഞ്ഞത്, നീ പോയി നിന്റെ ജ്ഞാനസ്നാന മാതാപിതാക്കളോട് പറഞ്ഞവരെ പട്ടത്തിന് ക്ഷണിക്കണം. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയല്ല സംഭവിക്കുന്നത്. ഈ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ ഇതിൻ്റെ മാതാപിതാക്കൾ വഹിക്കുന്ന അതേ പങ്ക് ജ്ഞാനസ്നാന മാതാപിതാക്കൾക്കുണ്ട്. അതാണ് സഭ മനോഹരമായ സിസ്റ്റം വെച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ കുഞ്ഞിൻ്റെ വളർച്ചയിൽ ഈ കുഞ്ഞിൻ്റെ മാതാപിതാക്കൾക്ക് കാണാൻ പറ്റാത്ത ചില കാര്യങ്ങൾ പുറത്തുള്ളവർക്ക് പെട്ടെന്ന് കാണാൻ പറ്റും. അത് ഈ കുഞ്ഞിൻ്റെ വളർച്ചയിലുടനീളം ഈ കുഞ്ഞ് എങ്ങനെ വളരുന്നു, അവൾ എങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നത്, ഇവിടെയൊക്കെ ഇത് അന്വേഷിക്കാനും പറ്റിയ സമയത്ത് അവർക്ക് വേണ്ട ഉപദേശം കൊടുക്കാനും ജ്ഞാനസ്നാന മാതാപിതാക്കൾക്ക്, അതുപോലെ തന്നെ പേരൻസ് ഇത് ഈ കുഞ്ഞിനെ വളർന്നു കഴിയുമ്പോൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യണം. നിന്റെ ഗോഡ് പാരൻസ് ഇവരാണ് എന്ന് പറഞ്ഞു കൊടുക്കാനും ഒരു ഉത്തരവാദിത്വം ഉണ്ട്. ഇന്ന് മുതൽ നിങ്ങൾ വലിയൊരു ഉത്തരവാദിത്വമാണ് ഏറ്റെടുക്കുന്നത്. ഈ കുഞ്ഞിൻ്റെ ഈ മാമോദിസയിലൂടെ പുതിയതായിട്ട് സ്വർഗത്തിലേക്ക് ജനിക്കുന്ന ഈ സമയം മുതൽ മുമ്പോട്ടുള്ള ഓരോ ദിവസവും ഈ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാൻ നിങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ എല്ലാ ദിവസവും മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ കുഞ്ഞിന് വേണ്ടി ഒരു ജപമാലയെങ്കിലും ജപമാലയിൽ ഒരു മണിയെങ്കിലും മാറ്റിവെക്കണം. അപ്പോൾ സ്നേഹപൂർവ്വം നിങ്ങൾ അതിന് വേണ്ടി ബോധിപ്പിക്കുകയാണ്. ഈ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ കുഞ്ഞിനെ സഭയ്ക്ക് സമ്മാനിച്ച നല്ല ദൈവത്തിനും അതുപോലെ തന്നെ അതിന് ഉപകരണമാക്കിയ ഈ മാതാപിതാക്കളെ സ്നേഹപൂർവ്വം വിലയിൽ നമുക്ക് ഓർക്കാം. ദൈവസമൃദ്ധമായ അനുഗ്രഹങ്ങൾ മറിയത്തിലൂടെ ഈ കുടുംബത്തിലേക്ക് ചൊരിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ ശുശ്രൂഷ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. നമുക്ക് എഴുന്നേറ്റ് നിന്ന് ഈ ശിശുവിന് വേണ്ടി നമ്മുടെ വിശ്വാസം നമുക്ക് ഇടയ്ക്ക് പ്രഘോഷിക്കാം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകലസ്ത്രീകൾക്കും പ്രളാദിജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിന്റെ ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ യേശുമിശിഹായെ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യത്തിലുള്ള സത്യയോ പിതാവിനോടുകൂടെ സത്യവുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധമായ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് കാലത്ത് പീഡകൾ സഹിക്കുകയും ശ്രീവായി മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും ധിക്കാരിവാൻ അവിടുന്ന് വീട്ടുവരാനിരിക്കുന്നു. പിതാവിനും പുത്രനും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്നേഹവും സാർവത്രികവുമായ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനായി ശരീരത്തിലേക്കും നിത്യായുസ്സുകളിൽ പറയുകയും ചെയ്യുന്നു. ആമേൻ. യോഹന്നാനിൽ നിന്ന് മാമോദിസ സ്വീകരിക്കുകയും മാമോദിസ നൽകാൻ ശ്ലീഹന്മാരെ നിയോഗിക്കുകയും ചെയ്ത കർത്താവേ, ഈ കൂദാശ യഥാവിധി പരികർമ്മം ചെയ്യുവാൻ എന്നെ യോഗ്യനാക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും ആമേൻ. പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ
സാറ വിശുദ്ധ ദൈവത്തിന്റെ ലേഖനം പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ മറിയം മാമോദിസ മുക്കപ്പെടുന്നു. നമ്മുടെ കർത്താവായ യേശുമിശിഹ വിശുദ്ധ വസ്ത്രത്താൽ നിന്നെ അലങ്കരിക്കുകയും നിഷ്കളങ്കയായി ജീവിക്കുവാൻ നിന്നെ സഹായിക്കുകയും ചെയ്യട്ടെ. ലോകത്തിന്റെ പ്രകാശമായ മിശിഹ നിനക്ക് മാർഗദീപമായിരിക്കട്ടെ. ക്രിസ്തീയ ജീവിത പൂർണ്ണതയിലേക്ക് ഇവർ വളരുമാറാകട്ടെ. ഐശ്വര്യകാലത്ത് അങ്ങയെ വിസ്മരിക്കാതിരിക്കുവാനും ക്ലേശങ്ങളിൽ അങ്ങയിൽ ആശ്രയിക്കുവാനും ഇവർ ശക്തയാകട്ടെ. ലോകത്തിൽ അങ്ങയുടെ സജീവ സാക്ഷിയായി ജീവിച്ച് മരണശേഷം സൗഭാഗ്യം അനുഭവിക്കുവാൻ അവളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ശ്ലീഹന്മാരുടെ മേൽ പരിശുദ്ധാത്മാവിനെ അയച്ച് അവരെ ശക്തിപ്പെടുത്തി അങ്ങനെ അനന്തമായ കാരണത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ശ്ലീഹന്മാരുടെയും അവരുടെ പിൻഗാമികളുടെയും കൈവെപ്പ് വഴി പരിശുദ്ധാത്മാവിന്റെ ദാനം ഇന്നും സഭയിൽ വർഷിച്ചുകൊണ്ടിരിക്കുന്ന അന്ന് ഈ ദിവ്യദാനം അങ്ങയുടെ ഈ ദാസന് നൽകുന്നതിന് എളിയവരായ എന്നെയും യോഗ്യനാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. മാമോദീസായിലൂടെ പൊതുജനവും മിശിഹായുടെ ഭൗതിക ശരീരത്തിൽ അംഗത്വവും നിത്യജീവനിലുള്ള അവകാശവും നിങ്ങൾക്ക് നൽകിയ പിതാവായ ദൈവമേ, വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ ഈ ദാസിയെ മുദ്രതയാക്കണമേ. ആബാ പിതാവേ എന്നങ്ങേ വിളിക്കുവാൻ പുത്രസ്വീകാര്യത്തിന്റെ ആത്മാവിന് ഈ ദാസിക്ക് നൽകണമേ. കൈവെപ്പ് ശുശ്രൂഷ വഴി ദിവ്യാത്മാവിനാൽ നിറഞ്ഞ് സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുന്ന ധീരപടയാളിയും സഭയുടെ വിശ്വസ്ത ദാസിയുമായി ജീവിക്കുവാൻ ഇവളെ ശക്തയാക്കണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളായ സ്നേഹവും ആനന്ദവും സമാധാനവും ക്ഷമയും ദയയും നന്മയും വിശ്വസ്തതയും സൗമ്യതയും ആത്മസംയമനവും ഇവളിൽ നിറയട്ടെ. അങ്ങയുടെ അനുഗ്രഹത്താൽ നിർമ്മലമായ ജീവിതം നയിക്കുവാൻ ഈ ദാസിക്കിടയാകട്ടെ. ഞങ്ങൾ അങ്ങേക്കും അങ്ങയുടെ പ്രിയപുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും പുകഴ്ചയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പൂർണ്ണയാക്കപ്പെടുകയും സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്യുന്നു. ഈ ദാസി സ്വീകരിച്ച ജീവിതമായ അടയാളവും പരിശുദ്ധാത്മാവിന്റെ പ്രഭാവന പൂർണ്ണതയും ഇവൾ ആരംഭിച്ചിരിക്കുന്ന നവജീവിതവും ധരിച്ചിരിക്കുന്ന നീതിയുടെ കവചവും ശത്രുവിന്റെ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്ന് ഈ ദാസിയെ സംരക്ഷിക്കട്ടെ. മിശിഹായുടെ ദിവ്യ പരിമളം ജീവിതത്തിലുടനീളം പ്രസരിപ്പിക്കുവാൻ ഇവൾക്ക് ഇടയാവുകയും ചെയ്യട്ടെ. ആത്മീയ ആനന്ദത്തിന്റെയും നിത്യസൗഭാഗ്യത്തിന്റെയും അടയാളമായി മറിയം
പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ജീവന്റെ കിരീടം അണിയിക്കപ്പെടുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾക്ക് ലോകത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. ദിവ്യകാരുണ്യമേ, ദിവ്യമാം സ്നേഹമേ, കൊച്ചു കൈവെള്ളയിൽ അണയും സ്വർഗസമ്മാനമേ. ദിവ്യകാരുണ്യമേ, ദിവ്യമാം ഭോജ്യമേ, ദ്യോവിതിൻ യാത്രയിൽ എൻ്റെ ദിവ്യപാധേയമേ. ഹൃദയമൊരുക്കി ഞാൻ നാഥാണയൂ, സർവം അർപ്പിക്കാം എന്നിൽ അലിയൂ. നീക്കണമേ കറകൾ, ചൊരിയണമേ കൃപകൾ. നീക്കണമേ കറകൾ, ചൊരിയണമേ കൃപകൾ. ദിവ്യകാരുണ്യമേ, ദിവ്യമാം സ്നേഹമേ, കൊച്ചു കൈവെള്ളയിൽ അണയും സ്വർഗസമ്മാനമേ. ദിവ്യകാരുണ്യമേ, ദിവ്യമാം ഭോജ്യമേ, ദ്യോവിതിൻ യാത്രയിൽ എൻ്റെ ദിവ്യപാധേയമേ. കടലോളം സ്നേഹമായി മരുഭൂവാം മാനസേ, മലയോളം കൃപയുമായി കൃപ ചോർന്നെൻ ജീവനിൽ. കടലോളം സ്നേഹമായി മരുഭൂവാം മാനസേ, മലയോളം കൃപയുമായി കൃപ ചോർന്നെൻ ജീവനിൽ. സ്വർഗം എൻ സ്വന്തം, എന്നീശോ എൻ സ്വന്തം. ഹൃദയം പറുദീസ, എന്നീശോ എൻ ഭാഗ്യം. സ്വർഗം എൻ സ്വന്തം, എന്നീശോ എൻ സ്വന്തം. ഹൃദയം പറുദീസ, എന്നീശോ എൻ ഭാഗ്യം. അനവരതം കൃപ ചൊരിയുന്നീശോയ്ക്കാരാധന. ദിവ്യകാരുണ്യമേ, ദിവ്യമാം സ്നേഹമേ, കൊച്ചു കൈവെള്ളയിൽ അണയും സ്വർഗസമ്മാനമേ.
സർവം നീ തന്നപ്പോൾ നൽകാനുണ്ടേറെ ഞാൻ നിന്നിൽ വളർന്നിടാൻ അഴിയാനുണ്ടേറെ ഞാൻ സർവം നീ തന്നപ്പോൾ നൽകാനുണ്ടേറെ ഞാൻ. പരിശുദ്ധാത്മാവിനെ നൽകുന്ന ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹായുടെ വാഗ്ദാനം ഈ ദാസിയിൽ നിറവേറ്റിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ മകളെ മിശിഹായുടെ കൂട്ടവകാശിയും പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സമ്പന്നയുമാക്കിയതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ ദാസി സത്യത്തിലും ആത്മാവിനാലും അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ അനുഗ്രഹിക്കണം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനേക്കും പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും മറിയത്തിന്റെയും വിശുദ്ധ ശ്രീഹന്മാരുടെയും ഞങ്ങളുടെ പിതാവായ മാർത്തോമാശ്ലീഹായുടെയും വേദസാക്ഷികളുടെയും സകല വിശുദ്ധരുടെയും വിശുദ്ധ അൽഫോൻസാമയുടെയും ഞങ്ങളുടെ സഭയിലെ വാഴ്ത്തപ്പെട്ടവരുടെയും ഈ ശിശുവിന്റെ നാമത്തിന് കാരണഭൂതയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും ജീവിത മാതൃകൾക്ക് വഴികാട്ടിയായിരിക്കുകയും ചെയ്യട്ടെ. മാമോദീസായുടെ ദൈവമക്കളുടെ പദവിയിലേക്ക് നമ്മെ ഉയർത്തിയവും വാഴ്ത്തപ്പെട്ടവനാകട്ടെ. തിരുസഭയുടെ വിശ്വസ്ത പുത്രിയായി ജീവിക്കുവാൻ അവിടുന്ന് സഹായിക്കട്ടെ. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച നീ എന്നും സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുന്ന ധീരപ്രേക്ഷിതയായി തീരട്ടെ. കണ്ണ് കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും ഹൃദയം ആസ്വദിച്ചിട്ടില്ലാത്തതുമായ സ്വർഗഭാഗ്യത്തിന് അവകാശിനിയായി തീരുന്നതുവരെ ആപത്തുകളിൽ തുണയും സങ്കടങ്ങളിൽ ആശ്വാസവും പരീക്ഷകളിൽ ബലവും നൽകി അവിടെ നിന്നെ സംരക്ഷിക്കട്ടെ. മാതാപിതാക്കൾക്ക് ആശാകേന്ദ്രവും കുടുംബത്തിന് പ്രകാശവും നാടിന് സേവന മാതൃകയുമായി തീരുവാൻ ദൈവം തന്നെ യോഗ്യയാകട്ടെ. ഈ തിരുക്കരണങ്ങളിൽ പങ്കുകൊണ്ട് എല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. Thought I'd seen everything there was to see in this world. Now I'm not so sure I've really seen anything at all. I thought life could show me no surprises, and then you came and showed me I was wrong. I have seen the bluest skies, rainbows that would make you cry. I have seen miracles that moved my soul, days that changed my life. I have seen the brightest stars shine like diamonds in the dark, seen all the wonders of the world, but I've never seen a smile as beautiful as yours. Ooh, oh, I thought I'd been everywhere. I climbed a mountain so high, sailed the sea, crossed the sky, and still I was nowhere at all, until that day, oh, you came to my senses, and your smile, it made sense out of it all. Rainbows that would make you cry. I have seen miracles that moved my soul, days that changed my life. I have seen the brightest stars shine like diamonds in the dark,
ഒരുവൻ രണ്ടാമത് ജനിക്കുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക അസാധ്യമാണ് എന്നാണ് കർത്താവ് നമ്മളോട് അരുളി ചെയ്തത്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇന്ന് കുഞ്ഞ് ഹെദർ മാമോദീസ സ്വീകരിച്ച് കർത്താവിൻ്റെ ഒരു കുഞ്ഞാടായി രണ്ടാമത് ഇന്ന് ജനിച്ചിരിക്കുന്നത്. ആ സന്തോഷത്തിലേക്കാണ് നമ്മൾ എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. നമുക്ക് കുഞ്ഞ് ഹെദറിനെയും ഹെദറിൻ്റെ പാരൻസിനെയും മറ്റു കുടുംബാംഗങ്ങളെയും എല്ലാവരെയും നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ആദ്യമേ തന്നെ ഹെദറിൻ്റെ പാരൻസിനെ ഡോണിനെയും ശ്രുതിയെയും ഈ വേദിയിലേക്ക് നമുക്ക് കൈവേദികളോടെ സ്വീകരിക്കാം. Let's have a meal. Let me reveal who I am. I'm your Savior. I will kneel down and wash all the sin from your soul. I'm your servant. I am all you need. I'm the lamb that was slain, and my blood washes you clean. I'm the pure sacrifice. Let my life give you life. I'm the I am the bread given for
കനവുകൾ ഒപ്പുമലിവുമായി എന്നെ തേടിയെത്തും തെന്നലായി ഓമലായി പൊന്നോമലായി എൻ സ്നേഹ സാന്ത്വനമായി തിങ്കൾ പൂവിന്നിതളവൾ മിന്നും തങ്കത്തിരിയവൾ മഞ്ഞിൻ മുത്തിൻ മിഴികളിൽ ചിന്തും പൊന്നിൻ തരിയവൾ താമരത്തളിരെ മാമഴക്കുളിരെ മാരിവെൽമയിലേ കുരിരുൾ നീന്താൻ കൂടെയിരിക്കാൻ താരമായവളേ താമരത്തളിരെ മാമഴക്കുളിരെ മാരിവെൽമയിലേ കുരിരുൾ നീന്താൻ കൂടെയിരിക്കാൻ താരമായവളേ കടലിലേറെ ദൂരം തളരാതെ പോയിടുവാൻ കനവു പോലെയെല്ലാം കൈ നീട്ടി വാങ്ങിടുവാൻ
अब करता था तैयार रमैया वस्तावैया रमैया वस्तावैया रमैया ए वस्तावैया अय्या हो रमैया ए वस्तावैया हो रमैया ए वस्तावैया अय्या हो रमैया ए वस्तावैया हो मलम पिता पिता दे मलम पिता पिता दे मलम पिता पिता दे मलम पिता दे Let me
മനക്കി വെറുതെ നിന്നു കിണുങ്ങാതെ పాష్ పరదేశీ నేను ఫర్ నుంచి వచ్చేసాను Hey buddy, this is a song which is gonna be a massive hit for you. Thank you. ಮಾಡಿಸುತ್ತ ಮನುಷ್ಯದ ತೋಲ ಬಚ್ಚಿ ಮೇಲೆ ಕಟ್ಟಿ ಅರ್ರರ್ರ ನಾಕಮುಖ 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 ಮಾಡಿಸುತ್ತ ಮನುಷ್ಯದ ತೋಲ ಬಚ್ಚಿ ಮೇಲೆ ಕಟ್ಟಿ ಅರ್ರರ್ರ ನಾಕಮುಖ 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 അമ്മയ്ക്കു നീയൊരു താരാട്ടുപാട്ടിൻ്റെ കൺമണി പൂങ്കരള് വളര് കൈ വളര് തങ്ക പൂങ്കാൽ വളര് താഴം ഭൂമി വളര് നാളേക്കൊരു നിധിയല്ലേ നീ.
എല്ലാ